ഡൽഹിയിൽ ഭീകരാക്രമണ മുന്നറിയിപ്പ് എന്നതാണ്. അതുകൊണ്ട് രാജ്യം അതീവ ജാഗ്രതയിലാണ് എന്നാണ് സാഹചര്യം. സംശയകരമായ സാഹചര്യത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും നിരീക്ഷിക്കുക എന്നതാണ്. എന്തായാലും ഡൽഹിയിൽ ഈ ലഷ്കർ ഇ തോയ്ബ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന് പിന്നാലെ പഞ്ചാബിലും കാശ്മീരിലും 2 IEDകൾ കണ്ടെത്തി. ഇതിന് ഭീകരബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. എന്തായാലും മേഖലയിൽ അതീവ ജാഗ്രത തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഡൽഹി ജാഗ്രതയിലാണ്. തീവ്രവാദ മുന്നറിയിപ്പ് ഉണ്ട്. ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ ആ ജാഗ്രത തുടരുമ്പോൾ എന്താണ് ഈ പഞ്ചാബിലും കാശ്മീരിലും സംഭവിക്കുന്നത്? എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇവിടെ നടത്തിയത്? നിരവധി വർഷങ്ങളായി ഇന്ത്യയെ കേന്ദ്രീകരിച്ച് ഇത്തരം പല ഭീഷണികളും പല വർഷങ്ങളിലുണ്ടായിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പുതിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഭീകരാക്രമണ ഭീഷണി. ഇപ്പോൾ പാക് അധീന കശ്മീർ കേന്ദ്രീകരിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻപ് വളരെയധികം സജീവമായി തന്നെ നടന്നിരുന്നു. എന്നാൽ പിന്നീട് ഉറി ഭീകരാക്രമണത്തിനും അതുപോലെ തന്നെ പിന്നെ 2019 പുൽവാമ ഭീകരാക്രമണത്തിനുമൊക്കെ ശേഷം ഈ മേഖലയിലുള്ള പല ഭീകര കേന്ദ്രങ്ങൾക്കും ഇന്ത്യ കടുത്ത തിരിച്ചടി തന്നെ നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇവിടെയുള്ള പല കേന്ദ്രങ്ങളിലും ഇന്ത്യ തക്കതായിട്ടുള്ള തിരിച്ചടികൾ നൽകി. ഇതിന് പ്രതികാരം വീട്ടുമെന്ന് അവരുടെ ഭാഗത്തു നിന്ന് കടുത്ത ഭീഷണികൾ മുൻപ് പല ആവർത്തി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് നമ്മൾ പല പ്രധാനപ്പെട്ട ദിവസങ്ങളിലും, അതായത് ഈ റിപ്പബ്ലിക് ഡേ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന പരേഡുകൾ തുടങ്ങിയിട്ടുള്ള പല സമയങ്ങളിലും കടുത്ത സുരക്ഷ തന്നെ ഡൽഹിയിൽ ഏർപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ സുരക്ഷയെല്ലാം മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഈ ഡോക്ടർ മൊഡ്യൂൾ ഭീകരാക്രമണം അത് ഇന്ത്യയിൽ അരങ്ങേറിയത്. ഇതൊരു ഭീകരാക്രമണമായി നടന്നില്ലെങ്കിൽ പോലും ആ ഭീകരാക്രമണത്തിനായി നിരവധി സ്ഫോടക വസ്തുക്കൾ അത് ഡൽഹിയിലേക്കും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലേക്കും എത്തിക്കുക ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിലെ ഒരു സ്ഫോടക വസ്തുക്കൾ ഈ ഡോക്ടർ മൊഡ്യൂളിലെ ചില അംഗങ്ങൾ പിടിയിലായതിനെ തുടർന്ന് ഈ മറ്റ് സ്ഫോടക വസ്തുക്കളുമായി രക്ഷപ്പെടാൻ നോക്കിയ മറ്റൊരു ഡോക്ടറാണ് പിന്നീട് ഈ ഒരു കാറ് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച് സ്വയം മരിക്കുന്നത്. ഇതിൽ മറ്റ് നിരവധി ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന സംഭവം അടക്കമുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായതായിട്ട് അന്ന് തന്നെ കൃത്യമായിട്ടുള്ള ആരോപണം ഈ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം നേരിട്ടിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പുതിയ ഇത്തരം വിവരങ്ങൾ കൂടി വെളിയിൽ വരുന്നത്. അതായത് ഈ ലഷ്കർ ഇ തോയ്ബ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ മുൻപ് ഈ പലതരം തിരിച്ചടികൾ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് നാണം കെട്ടിരിക്കുന്ന ഈ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന സംഘടന അവർ ഒരു വീണ്ടും പത്തി ഉയർത്തി ഇന്ത്യയിൽ തന്നെ തിരിഞ്ഞു കൊത്താനുള്ള ഒരു നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നതായിട്ടുള്ള ഈ അഭ്യൂഹങ്ങളെല്ലാം ഉയരുന്നത്. ഇത് ഇപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബ് കേന്ദ്രീകരിച്ചുമുള്ള ചില ആരാധനാലയങ്ങളിലാണ് ഇത്തരം ചില ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രവചിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയും പഞ്ചാബും മാത്രമല്ല, നമ്മുടെ റെഡ് സോണിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ള മധുര, അതുപോലെ തന്നെ രാമക്ഷേത്രം, അയോധ്യയിലുള്ള രാമക്ഷേത്രം എന്നീ സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചും കടുത്ത സുരക്ഷ ഇതിനോടൊപ്പം തന്നെ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ തീയതി ഒരു പ്രസക്തം തന്നെയാണ്. കാര്യം സാധാരണ ഇത്തരം ഭീകര സംഘടനകളുടെ ഒരു ഭീഷണികൾ വരാറുള്ളത് ഈ ബാബറി മസ്ജിദ് തകർത്ത തീയതിയുമായി ബന്ധപ്പെട്ട് ഡിസംബറിൽ ഇത്തരം ഭീഷണികൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസത്തിനോടടുപ്പിച്ച് ആ സമയത്തൊക്കെയാണ് സാധാരണ ഇത്തരം വിവരങ്ങളൊക്കെ വരിക. എന്നാൽ ഇത് വളരെ നേരത്തെ തന്നെ ഇത്തരമൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാര്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസം ആയിരിക്കാം ഇത്തരമൊരു ആക്രമണം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു ഭീകര നീക്കം നടക്കുക. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ കശ്മീരിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ മുറിവുകൾ അത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. എന്തായാലും മറ്റൊരു ആക്രമണം അത് ഏത് സമയവും കരുതിയിരിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ IEDകൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്താനും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും പോലീസും അതുപോലെ തീവ്രവാദ വിരുദ്ധ സേനയും ഇതിനോടകം തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും അതീവ ജാഗ്രതയിലാണ് രാജ്യം എന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ ആ ജാഗ്രത അജയ് സൂചിപ്പിക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് കൂടി ആ ജാഗ്രതാ നിർദ്ദേശം മാറുന്നു എന്നതാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നമുക്ക് മുന്നിലുണ്ടാകുന്ന സാഹചര്യം.